ഗുരുദേവ സമ്മേളനം 17 തെളിയിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് വേണ്ടി ചെങ്കൽ മഹേശ്വരം ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെയും സദസ്സിലെയും മഹാത്മാക്കൾ, കുന്നത്ത് ശ്രീ നാരായണ ഗുരു ക്ഷേത്രം SNDP യോഗം കുന്നത്തുകാൽ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി ഗുരുദേവൻ്റെ 170ാമത് ജയന്തി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഗുരുദേവനെക്കുറിച്ച് പറയുമ്പോൾ വളരെ അസംബന്ധങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് അദ്ദേഹം ജനനന്മയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൃതികളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏത് സാധാരണക്കാരനും മനസ്സിലാകത്തക്ക രീതിക്കാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. മാത്രമല്ല, അരീപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് സവർണ മേധാവികൾ അതിനെ തടഞ്ഞു. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത്, ഇത് ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ, അതായത് ഈഴവ ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിക്കുന്നത്, നിങ്ങളുടെ ശിവനല്ല. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്ന് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിക്ക് അത് ശരിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധി അത്രയും വളരെ കരകുശലമായി പറയുവാനുള്ള ഒരു തൻ്റെ ഇടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതുപോലെ തന്നെ ചിന്തകൾക്കും ഒരുപാട് ആശയങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിലൂടെയാണ് നമ്മളെ ഈശ്വരനെ കാണേണ്ടത് എന്നുള്ള തത്വചിന്തയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മനുഷ്യ നന്മയ്ക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗുരുദേവനെക്കുറിച്ച് എത്ര പറഞ്ഞാലും എത്ര പുകഴ്ത്തിയാലും തീരാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുപോലെ നമുക്കറിയാം, നമ്മളെ അധംകൃത ഭാവത്തിൽ നിന്ന ഒരു ജനതയെ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുവാൻ സാധിച്ചത് ഗുരുനാരായണ തത്വങ്ങളും അതിൻ്റെ കാഴ്ചപ്പാടുകളുമാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടുകളിൽ കൂടെ ഇന്ന് ശരിക്കും നമുക്ക് പറഞ്ഞാൽ അത് വളരെയധികം പ്രയോജനപ്പെട്ടു. അത് ജനനന്മയ്ക്കായി മാത്രമാണ് ഗുരുദേവൻ ശ്രമിച്ചതും അതിലേക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത്. അത് നമ്മൾ ഉൾക്കൊള്ളുന്നതിലാണ് നമ്മുടേതായ ശരിക്കുമുള്ള കാര്യങ്ങൾ. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്ന് വായിച്ചു നോക്കണം. അതുപോലെ തന്നെ അതിനെ നമ്മൾ ശരിക്കും മനസ്സിൽ വെച്ച് മനനം ചെയ്ത് പഠിക്കണം. ആ പഠിക്കുക മാത്രമല്ല, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അത് ആ ഗുരു സന്ദേശങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു ഗുരുദേവനാണ്. അതെല്ലാം നമുക്ക് മനസ്സിലാക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള വീണ്ടും കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതിലേക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളുണ്ട്. ആ കൃതികളെല്ലാം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ 170ാമത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറെയും ഒരു സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് ഞാൻ ഈ യോഗം തീരുന്നതുവരെ എനിക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടെ ഞാൻ ഈ വേദി വിടുകയാണ്. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം.